ബർണബാസ് മാർത്തോമാ സഭയുടെ യൂദാസ് ആകുമ്പോൾ മാർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്തയെ വെല്ലൂർ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് അഡ്മിറ്റാക്കിയ സമയത്ത് തന്നെ സഫർഗൻ മെത്രാൻ ബർണബാസ് 8 മെത്രാന്മാരുടെ ഒരു സഖ്യമുണ്ടാക്കി വത്തിക്കാനിൽ മാർപ്പാപ്പയെ കാണാൻ പോയത് സഭ ഐക്യ ചർച്ചയ്ക്കാണെന്ന വാദം പൊളിയുകയാണ്. തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്തയുടെ കാലശേഷം നിലവിൽ സഫർഗൻ മെത്രാപ്പോലിത്തയായ ബർണബാസ് മെത്രാപ്പോലിത്തയായി മാറുമ്പോൾ കത്തോലിക്ക സഭയുടെ ഒരു റീത്തായി മാറാം എന്ന ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അതിന്റെ ആദ്യപടിയായി ഡീലിൽ പറഞ്ഞിരിക്കുന്ന പ്രതിഫലം ലഭിക്കുന്നതിനായി സഭയിലെ എല്ലാ മെത്രാന്മാരും തന്റെ കൂടെയാണ് എന്ന് തെളിയിക്കുന്നതിനായി ആണത്രേ തിടുക്കപ്പെട്ട ഒരു വത്തിക്കാൻ സന്ദർശനം ബർണബാസ് തയ്യാറാക്കിയത്. കഴിഞ്ഞ സിനഡിൽ ഇതിനെക്കുറിച്ചൊരു സൂചന ബർണബാസ് സഹമെത്രാന്മാർക്ക് നൽകിയിരുന്നു. ആദ്യ യാത്രയ്ക്ക് ചിലവുകൾ സ്വന്തമായി വഹിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെയാണ് 8 മെത്രാന്മാരുടെ ഒരു യൂണിയൻ ഉണ്ടാക്കി ബർണബാസ് വത്തിക്കാന് വിട്ടത്. എപ്പിസ്കോപ്പൽ സഭകളുടെ പാരമ്പര്യം അനുസരിച്ച് വിശ്വാസം, പട്ടത്വം എന്നിവ സംബന്ധിച്ച പൂർണ്ണ അധികാരം മെത്രാന്മാർക്കാണ്. ഇപ്രകാരം ഒരു ലയനം വിശ്വാസപരമാണെന്നും കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും മെത്രാന്മാർ എല്ലാം കൂടി സിനഡ് കൂടി തീരുമാനിച്ചു പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസികൾക്ക് ആത്മീയപിതാക്കന്മാരെ ചോദ്യം ചെയ്യുവാൻ അവകാശമില്ല, കഴിയില്ല. പ്രകാരം കത്തോലിക്ക സഭയുടെ റീത്തുകളായി മാറിയ സഭാ നേതാക്കന്മാർക്ക് ആയിരക്കണക്കിന് മില്യൺ ഡോളറുകളാണ് ലഭിച്ചിട്ടുള്ളത്. ഇതൊന്നും സഭാജനങ്ങൾ ഒരിക്കലും അറിയില്ല. ഇത്തരത്തിൽ ആത്മീയമായി ആടിയാടി നിൽക്കുന്ന കുലംകുത്തുകളും പണാർത്തി പൂണ്ടവരുമായ ചെറിയ സഭകളിലെ ആത്മീയ കച്ചവടക്കാരെ കാണുവാൻ പോപ്പ് വർഷത്തിൽ 4 തവണ ഓപ്പൺ ഓഡിയൻസ് അനുവദിക്കാറുണ്ട്. ഇപ്രകാരമുള്ള ഓപ്പൺ ഓഡിയൻസിനാണ് ഇവർ പോയത്, അല്ലാതെ ഇവർ ഇൻവൈറ്റഡ് ഡെലിഗേറ്റുകളായി അല്ല പോയത് എന്ന് ചുരുക്കം. സഭാധ്യക്ഷന്റെ കൈ പോലും മുത്താത്ത ബർണബാസ് മാർപ്പാപ്പയുടെ കൈ കണ്ടപ്പോൾ ചാടിപ്പിടിച്ചു മുത്തുന്നത് കാണുക. ഈ ചുംബനം കാണുമ്പോൾ ഓർമ്മ വരുന്നത് യൂദാസ് കറിയോത്ത കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ ചുംബിക്കുന്ന ആ കാഴ്ചയാണ്. എന്നാൽ മറ്റു മെത്രാന്മാർ ആരും പോപ്പിന്റെ കൈ മുത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ്. നിലവിൽ പ്രയോജനം ബർണബാസ് മെത്രാന് മാത്രമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ കൈമുത്താതിരുന്നത്. യൂദാസ് ക്രിസ്തുവിനെ 30 വെള്ളിക്കാശിനാണ് ഒറ്റിക്കൊടുത്തത് എന്നാണ് ബൈബിൾ പറയുന്നത്. ഈ ഒറ്റിക്കൊടുക്കലിൽ ബർണബാസിനുള്ള പ്രയോജനം എന്താണെന്ന് അദ്ദേഹം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല, അവർ പരസ്യപ്പെടുത്തിയിട്ടില്ല. ബർണബാസ് വത്തിക്കാനിൽ പോയതുപോലെ യൂദാസ് ശത്രുക്കളുടെ അടുത്തേക്ക് പോയി യേശുവിനെ ചുംബിച്ചുകൊണ്ട് തിരിച്ചറിയിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ഈ ചുംബനം ഒരു രഹസ്യ അടയാളമായിരുന്നു. ഇതിലൂടെ യേശുവിനെ പിടികൂടുവാൻ യഹൂദ പുരോഹിതന്മാർക്ക് കഴിയുകയും ചെയ്തു. അതുപോലെ ബർണബാസിന്റെ ഈ ചുംബനവും ഒരു രഹസ്യ അടയാളമാണ്. യേശു ക്രിസ്തുവിനെ യഹൂദർ ശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അതിൽ മനംനൊന്ത് യൂദാസ് ആത്മഹത്യ ചെയ്തതായി മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു. യേശുവിനെ ഒറ്റുകൊടുത്ത് ലഭിച്ച ആ പ്രതിഫലം കൊണ്ട് യൂദാസ് ഒരു സ്ഥലം വാങ്ങി അവിടെ അവൻ തലകുത്തി വീണ് വയർപ്പിളർന്നു മരിച്ചെന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നാം വായിക്കുന്നു. ആ സ്ഥലം പിന്നീട് രക്തത്തിന്റെ വയൽ എന്നർത്ഥമുള്ള അക്കൽദാമ എന്നറിയപ്പെട്ടു. യൂദാസിന്റെ സുവിശേഷം എന്നൊരു ഗ്രന്ഥം ഈ അടുത്ത കാലത്ത് ഈജിപ്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ടത്രേ. യൂദാസും യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിന്റെ തീവ്രത ഈ പുസ്തകത്തിൽ കാണാമെന്ന് ചിലർ അവകാശപ്പെടുന്നു. ഇന്ന് നമ്മുടെ സഭകളിലെ പല മെത്രാന്മാരും യൂദയുടെ ഫാൻസും പിൻഗാമികളും യൂദയുടെ ആത്മാവ് ശരീരത്തിൽ പ്രവേശിച്ചവരുമാണെന്ന് നമുക്ക് കാണാം. അവർ രഹസ്യമായി യൂദയുടെ സുവിശേഷം സംഘടിപ്പിച്ച് വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. യൂദയുടെ ആത്മാവ് ശരീരത്തിൽ പ്രവേശിച്ച മെത്രാന്മാരുടെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, ധനാഗ്രഹം. യൂദാസിന് വലിയ ധനാഗ്രഹമായിരുന്നു. 30 വെള്ളിക്കാശിനെ കുറിച്ച് ചിന്തിച്ചായിരിക്കാം അദ്ദേഹം യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത്. അതുപോലെ യൂദയുടെ ആത്മാവ് കയറിയ മെത്രാന്മാരും കാൽ കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവന്റെ അപ്പനെ മാത്രമല്ല സ്വന്തം സഭയെയും ഒറ്റിക്കൊടുക്കും. പണം കിട്ടുമെങ്കിൽ ആരുടെ കൈ മാത്രമല്ല എവിടെ വേണമെങ്കിലും ഇവർ മുത്തും. 2, അധികാരമോഹം. യേശുക്രിസ്തുവിന്റെ അടുത്ത ശിഷ്യനായിരുന്നിട്ടും അദ്ദേഹത്തിന് ക്രിസ്തു രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ പ്രധാന സ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രതീക്ഷകൾ നടക്കില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു. അതുപോലെയാണ് മെത്രാന്മാരും. അധികാരമോഹവും കസേരമോഹവുമായി അവർ നടക്കുകയാണ്. കസേര ലഭിക്കില്ല എന്ന് കണ്ടാൽ സഭാധ്യക്ഷന്മാരെ റെയിൽപാളത്തിൽ എറിഞ്ഞുകൊല്ലും, സ്ലോ പോയിസണിംഗ് നടത്തിക്കൊല്ലും, വാഹനാപകടത്തിലും കാലം ചെയ്യിക്കും. ഓർക്കുക,
യൂദയുടെ പ്രേതമാണ് ഈ പൂച്ചാണ്ടികളുടെ ശരീരത്തിൽ വിലസുന്നത്. ഇവന്മാരുടെ ആ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. എന്തെങ്കിലും ഒരു ദൈവ തേജസ്സുള്ള ഒറ്റയൊരെണ്ണം ഉണ്ടോ? 3, മതപരമായ കാരണങ്ങൾ. ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് യൂദാസ് ഒരു യഥാർത്ഥ യഹൂദനായിരുന്നു എന്നും യേശുവിന്റെ പ്രവർത്തനങ്ങൾ യഹൂദമതത്തിന് എതിരാണെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്നുമാണ്. അതുകൊണ്ടാണത്രേ അദ്ദേഹം യേശുവിനെ ഒറ്റിക്കൊടുത്തത്. അതുപോലെ യൂദാ കയറിയ മെത്രാന്മാർ കരുതുന്നത് തങ്ങളുടെ സഭാനേതൃത്വം ശരിയല്ലെന്നും സഭയുടെ പോക്ക് ശരിയായ ദിശയിലല്ല എന്നുമാണ്. അങ്ങനെയാണ് അവർ അന്ത്യക്രിസ്തുക്കളുടെ കൂട്ടിലേക്ക് സഭയെ അച്ചാരം വാങ്ങി ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷേ യൂദയിൽ നാം കാണുന്ന ആ പശ്ചാത്താപത്തിന്റെ മനസ്സ് ഒരൊറ്റ മെത്രാന്മാരിലും നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം താൻ ചെയ്ത തെറ്റിന് യൂദാസ് വളരെ മാനസികമായി വേദനിച്ചു. അദ്ദേഹം ആ ചില്ലിക്കാശുകൾ ദൈവാലയത്തിൽ എറിഞ്ഞു കളഞ്ഞു, തൂങ്ങിച്ചെത്തു എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ഈ മെത്രാന്മാർ ആരെ കൊന്നുണ്ടാക്കിയ മുതലാണെങ്കിലും അത് അവർ ചത്താലും ആർക്കും കൊടുക്കില്ല. കാലൻ കൊണ്ടുപോയ പല മെത്രാന്മാരുടെയും രഹസ്യ നിക്ഷേപങ്ങൾ കണ്ടാൽ നാം ഞെട്ടിപ്പോകും. അതുകൊണ്ട് യൂദയ്ക്ക് പോലും ഇന്ന് ഇവന്മാർ നാണക്കാടായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇന്ന് ഏതെങ്കിലും ഒരു മെത്രാന് താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് ഒരു പശ്ചാത്താപം ഉണ്ടാകുമോ? ഇല്ല. അതിന് കാരണം യൂദാ ജീവിതത്തിൽ ചെയ്ത ഏക തെറ്റ് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു എന്നത് മാത്രമാണ്. എന്നാൽ ഈ മെത്രാന്മാരുടെ ജീവിതമൊന്ന് പരിശോധിച്ചാൽ തെറ്റുകളുടെ ഒരു കടലാണ് ഇവരുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ഇവർക്ക് പശ്ചാത്താപം എന്നൊരു വികാരമില്ല. ആ വികാരം പുറപ്പെടുവിക്കുന്ന ഗ്ലാൻഡ് എന്നേ കത്തിപ്പോയിട്ടുണ്ടാവണം. അതുകൊണ്ട് മാർത്തോമാ സഭാ വിശ്വാസികൾ കണ്ടുപിടിക്കേണ്ടുന്ന കാര്യം ഈ മെത്രാന്മാർ ഉണ്ടാക്കിയ ഡീൽ എന്താണ്, എത്ര ചില്ലിക്കാശിനാണ് ഇവർ മാർത്തോമാ സഭയെ വിൽക്കുവാൻ ശ്രമിച്ചത് എന്നാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.